ഒരു ധനവാനായിരിക്കുന്ന മനുഷ്യനെയും ഒരു ദരിദ്രനെ ദൈവം ഇവിടെ ഉപമിക്കുക. ഇതിന് ധനവാന്റെ പേര് പറഞ്ഞിട്ടില്ല, എന്നാൽ ദരിദ്രന്റെ പേരെന്തോ? ലാസർ. ഈ ധനവാൻ പട്ടും ധൂമ്രവസ്ത്രമൊക്കെ ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. ഈ ലാസർ എന്ന് പറഞ്ഞ ദരിദ്രന് അവൻ്റെ പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പെടുക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അപ്പോൾ എന്താണ് ഇവിടെ ധനവാനായിരിക്കുന്നവൻ പട്ടും ധൂമ്രവസ്ത്രമൊക്കെ ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോട് കഴിയുമ്പോഴാണ്. അപ്പോൾ ഈ ദരിദ്രനും സമ്പന്നും പറഞ്ഞ രണ്ടുപേരും ഒരു കൂടുതൽ രണ്ടുപേരും യഹൂദന്മാരെ പറ്റിയ കഥ പറയുന്നത്. സ്വന്തം സഹോദരനാണ് പറയുന്നത്. അമ്മ പ്രസവിച്ച മകനാകണമെന്നില്ല, കാരണം യഹൂദൻ എന്നുള്ള സഹോദരൻ. പക്ഷെ മറ്റവൻ ഇവൻ്റെ പടിപ്പുരയ്ക്ക് കിടക്കുക വ്രണമുള്ളവനായിട്ട് നായ്ക്കളോട് കൂടെ നായ്ക്കൾ വന്ന് ഇവനെ നക്കുന്നു. പക്ഷെ ഇവൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. അവൻ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ തിന്നാൻ കൊതിച്ചു. അത് തിന്നോ ഇല്ലയോ ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. അവനെ പരിക്കകത്ത് കയറ്റിട്ട് വേണമല്ലോ തിന്നാൻ. അപ്പം അതിനു പോലും ഇവൻ കൊതിച്ചു. അപ്പം ഇവൻ എന്താണ് ഇവിടെ ആഡംബരത്തോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതേപോലെ മറ്റൊരു ഇസ്രായേലിയൻ എന്താണ് ദരിദ്രനായിട്ട് വ്രണമുള്ളവനായിട്ട് എച്ചിൽ പോലും തിന്നാനില്ലാതെ കിടക്കുന്നവൻ. അത്രേ അത് പറഞ്ഞുള്ളൂ. എന്നിട്ട് പിന്നത്തെ കാര്യം, മേളത്തെ കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് ധനവാൻ മരിച്ചു. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവൻ മരിച്ചപ്പോൾ ദൂതന്മാർ ഇവനെ എവിടെ കൊണ്ടുപോയി? അബ്രഹാമിൻ്റെ മടിത്തൽ. ഇപ്പം മരിച്ചതിന് ശേഷം കൊണ്ടുപോയ കാര്യം ഇവിടെ പറയുന്നത്. അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. അപ്പം ദരിദ്രൻ മരിച്ചതിന് ശേഷം അവൻ എവിടെ പോയത്? അബ്രഹാമിൻ്റെ മടിത്തട്ടിലേക്ക്. അബ്രഹാം ഇവിടെ പാതാളത്തിലാണ് കിടക്കുന്നു കേട്ടോ. അപ്പോൾ യേശുക്രിസ്തു മരിക്കോളം പാതാളത്തിനകത്താണ് മരിച്ചവരെല്ലാം പോകുന്നത്. പാതാളത്തിൻ്റെ താക്കോല് സാത്താൻ്റെ കരങ്ങളിലാണ് നമ്മൾ പുതിയവൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇവരാണ് ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ അവൻ വിടുവിച്ച് ക്രൂശിൽ വെച്ചെന്നിട്ട് വചനമുണ്ട്. അപ്പം എന്നിട്ട് ഇവിടെ തമ്മിലുള്ള സംസാരം. അപ്പം അബ്രഹാമിൻ്റെ മടിയിൽ ദൂരത്ത് ഉയരത്തിലിരിക്കുകയാണ് ആര്? ഈ വ്രണം നിറഞ്ഞ ഈ ലാസർ എന്ന് പറയുന്ന ദരിദ്രൻ മരിച്ചതിന് ശേഷം അവരൊരു സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചതല്ലേ എൻ്റെ അർത്ഥം. മറ്റവനോ അവൻ്റെ മടിയിൽ ലാസർ ദൂരെ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, അവൻ പാതാളത്തിൽ കിടന്ന് യാതന അനുഭവിക്കും. തീക്കകത്ത് കിടക്കുകയാണ്. ലാസറിനെ അപ്പോൾ ദൂരെ കാണുകയാണ്. അപ്പോൾ അബ്രഹാം പിതാവേ, അപ്പോൾ ഇവിടുന്ന് വിളിച്ചു പറയും, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു. അപ്പോൾ എന്താണ് ഈ ധനവാൻ ഇവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. ആ ലാസറിനെ എൻ്റെ അടുക്കൽ, ഞങ്ങൾ തമ്മിൽ അറിയാമല്ലോ, പണ്ട് എൻ്റെ എച്ചിലൊക്കെ തിന്നിട്ടുള്ളവനല്ലേ. ആ നന്ദിയുള്ളവനാണെങ്കിൽ ഒരു കാര്യം, അവനൊന്ന് വിട്ട് അവൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിലൊന്ന് തൊടിക്കണം. പിന്നെന്താണ് എന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ച് പറഞ്ഞു. ഞാനിവിടെ എന്താ ചെയ്യുന്നത്? ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുക. അബ്രഹാം മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. അപ്പോൾ എന്താണ്? നിന്റെ ജീവിതത്തിൽ നീ കുടിച്ച് അല്ലേ മതിച്ച് ജീവിച്ചവനാണ്. പക്ഷെ ഇവനോ കഷ്ടം സഹിച്ചവനാണ്. അപ്പോൾ അവൻ എന്ന് ഓർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. നോക്കുക, ഭൂമിയിൽ തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഇത് ക്ഷണം കൊണ്ട് തീരും. പിന്നുള്ള നിത്യകാലം ഈ അഗ്നിദണ്ഡനത്തിലേക്ക് കിടക്കേണ്ടി വരും. അതായത് ഈ ചെറിയ കാലയളവിൽ നമ്മൾ സത്യത്തെ തിരിച്ചറിഞ്ഞാൽ സുബോധമില്ലാത്തവനായിട്ട് ജീവിച്ചാൽ വരുമായിരിക്കുന്ന ഒരിക്കലും തീർന്നു പോകാത്ത കാലത്ത് ഈ എഴുതിയിൽ കിടക്കേണ്ടി വരും. എന്നാൽ ലാസറോ ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്ന ആര്? ആ ചെറിയ ജീവിതത്തിൽ കഷ്ടം സഹിച്ച ദരിദ്രനായിരിക്കുന്ന ലാസർ ഇവിടെ ആശ്വസിക്കുകയാണ്. നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്ക് നടുവെ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വന്ന് കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. നോക്ക് അതായത് ഇവിടെ നിന്ന് നമ്മൾ മരിക്കുന്നു. നമ്മുടെ സ്വന്തക്കാർ ചിലർ സ്വർഗത്തിൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്നു, ചിലർ നരകവിധിയിൽ കിടക്കുന്നു. അപ്പം നരകവിധിയിൽ കിടക്കുന്നവൻ സ്വർഗത്തിലായിരിക്കും നമ്മുടെ സ്വന്തക്കാരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, കർത്താവെ, പുതിയമത്തെ എൻ്റെ പക്ഷേ കർത്താവെ, അവനെ എൻ്റെ അടുക്കലേക്ക് വിട്ട് എനിക്ക് അല്പം ദാഹജലം തരാൻ പറയണം. അവൻ പറഞ്ഞു, ഒക്കത്തില്ല, നടുക്ക് നമ്മുടെ ഇടയിൽ ഒരു പിളർപ്പുണ്ട്, ഞങ്ങൾക്ക് അങ്ങോട്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ടോ വരുവാൻ കഴിയത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി ഇങ്ങനെയാണെങ്കിൽ ഒരു പുരോഹിതൻ തൂവപ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ ഈ നരകത്തിൽ കിടക്കുന്ന സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ഗ്രഹിക്കണം. എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇവനൊരു ബോധം വന്നിട്ട് പറയുകയാണ്, ഇവനൊരു കാര്യം ചെയ്യാം, തിരിച്ച് വീട്ടിലോട്ട് അയക്കണം, എന്നിട്ട് എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ട് ഇവനെ അയക്കണം. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ
അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നൊരു സുവിശേഷം പറയണം. എന്തോ സുവിശേഷം പറയുന്നത്? ഈ പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് പഴയ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള യഹൂദന്മാർക്ക് മനസ്സിലാക്കാൻ പറഞ്ഞൊരു കാര്യമാണ്. ചെന്നിട്ട് പറയണം, യേശു ക്രിസ്തു പാപമോചകനാണ്, അല്ലേ? അവൻ നമ്മുടെ പാപത്തെ ക്ഷമിക്കും, മാനസാന്തരപ്പെടണം, സ്നാനമേക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നീതിയോടെ ജീവിക്കണം എന്നുള്ള ദൂത് പോയി അറിയിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ചപ്പോഴേ ഇവന് ബോധം വന്നത് സുവിശേഷം എന്നാണ് മനസ്സിലായത്. നരകത്തിൽ കടന്നപ്പോഴും അബ്രഹാം അവരോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതൊരു കാര്യം ചെയ്യും, നാട്ടിൽ സുവിശേഷന്മാരുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ. അപ്പം സുവിശേഷന്മാരെ ഇവർ വീട്ടിൽ കയറ്റുന്നവരാണോ? അല്ലല്ലോ, ആഡംബരത്തോട് തിന്നുകൂടി ജീവിക്കുന്ന സഹോദരന്മാരല്ലേ ഇവരും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നാട്ടിൽ സുവിശേഷന്മാരുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ന്യായപ്രമാണം അന്നത്തെ കാലത്ത്, അവരുടെ വാക്ക് ഇവർ കേട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ ഇവനെ അയച്ചിട്ട് എന്നാ പ്രയോജനം? അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അല്ല, അവിടുത്തെ സുവിശേഷന്മാർ ഉപദേശിമാരൊക്കെ ഉണ്ട്, അവർ പറഞ്ഞായിരുന്നു അവർ അംഗീകരിക്കുന്നില്ല. മരിച്ചിട്ട് ഒരുത്തൻ എഴുന്നേറ്റ് വന്ന് പറഞ്ഞാൽ മാത്രമേ അവരെ വിശ്വസിക്കത്തുള്ളൂ, അവർ മാനസാന്തരപ്പെടുത്തുള്ളൂ. അപ്പോൾ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കരുത്. അപ്പോൾ പറയാണ്, എടാ, ആ സുവിശേഷന്മാരുടെ വാക്ക് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞാലും അവര് വിശ്വസിക്കത്തില്ല. അത് അങ്ങനെയാണ് സ്വർഗത്തിൽ. ഭൂമിയിൽ വെച്ച് മാത്രമേ നമുക്ക് മാനസാന്തരപ്പെടുവാനും സുവിശേഷം കേൾക്കാനും അവസരമുള്ളൂ. മരിച്ചതിന് ശേഷം തീ നരകത്തിലേക്ക് വീണിട്ട് ഒരിക്കൽ ഒന്നുകൂടെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞാലോ, ഇവിടെ മരിച്ചു കിടക്കുന്ന ഒരുത്തം വന്ന് പറയണമെന്ന് വിചാരിച്ചോ സാധ്യതകൾ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പിന്നെ കഴിയത്തില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ അന്നില്ല, യേശു ക്രിസ്തു ഇന്ന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റല്ലേ പറഞ്ഞ് വിശ്വസിക്കുകയും സ്നാനം എടുക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുന്നു? മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വന്നല്ലേ പറഞ്ഞത്? അതിന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഈ തീ നരകത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയത്തില്ല. അപ്പം ഈ ചെറിയ കാലത്തിൽ, ഈ ചെറിയ ജീവിതത്തിൽ സത്യദൈവമായിരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവനിലുള്ള പാപമോചനം നേടുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ മരിച്ചതിന് ശേഷം ആർക്കും, ഒരു പുരോഹിതനും ആർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല.